Okay. Now today about transmission and transfer. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്താണ് ട്രാൻസ്ഫർ. എനിക്ക് ഒരു ഷെയർ ഉണ്ട്. ആ ഷെയർ ഞാൻ ഫുള്ളി പെയ്ഡപ്പാണ്. ഓക്കെ, പെയ്ഡപ്പ് ഷെയറാണ്. അത് എനിക്ക് ഏത് രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാം? ഒരു പേഴ്സണിന് വേറൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാം. യു ഡോണ്ട് ഹാവ് ടു ബി എ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. ഓൺലി തിങ് യു ഷുഡ് ബി എ ലീഗൽ പേഴ്സൺ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഏത് രീതിയിലാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഒന്നെങ്കിൽ ബൈ ട്രാൻസ്ഫർ ഡീഡി കൂടെ എനിക്ക് സൈൻ ചെയ്യാം. സച്ച് ആൻഡ് സച്ച് ഇതൊക്കെയുള്ള എന്താ പറയുന്നത്, my 10 shares or 100 shares I'm transferring it to such and such person. അപ്പം അഡ്രസ്സ് സഹിതം നമ്മളതിനകത്ത് എല്ലാം ഒരു ഡീഡ് എങ്ങനെ എഴുതുന്നു, ഒരു ലീസ് ഡീഡ് അല്ലെങ്കിൽ ഒരു സെയിൽ ഡീഡ് എങ്ങനെ എഴുതുന്നു അതുപോലെ ഒരു ട്രാൻസ്ഫർ ഡീഡ് എഴുതിയിട്ട് ദ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെയർസ് എപ്പോഴും എടുക്കുമ്പം ദേ വിൽ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഡിമാറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ട്രാൻസ്ഫർ ഹാസ് ബിക്കം വെരി ഈസി ഓൾസോ നൗ ഡേയ്സ്. ഏർലിയർ ദിസ് സർട്ടിഫിക്കറ്റ് ദാറ്റ് വി ഹാവ് earning we can transfer once we have paid up the entire amount of the shares we will receive the certificate. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു ഷെയർ മറ്റേ ആളിലേക്ക് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം നമ്മളൊരു ആപ്ലിക്കേഷൻ ആദ്യം മേക്ക് ചെയ്യുക അബൌട്ട് ട്രാൻസ്ഫറിങ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഷുഡ് ബി സബ്മിറ്റഡ് വിത്തിൻ 60 days. ഓക്കെ, കമ്പനിക്ക് അത് കൊടുക്കുക. കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 60 days ദാറ്റ് ആപ്ലിക്കേഷൻ ഷുഡ്, അതായത് കമ്പനി നീഡ്സ് ടു വെരിഫൈ. എന്തിനാണ് ഈ 60 days? ദേ ഹാവ് ടു വെരിഫൈ ഇഫ് ദ ഷെയർസ്, ഇഫ് ദർ ഇസ് എനി ഡ്യൂ എമൗണ്ട് ഫ്രം ദിസ് പേഴ്സൺ എന്നൊക്കെ ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. ഇഫ് ദർ ഇസ് നോ ഡ്യൂ എമൗണ്ട് ആൻഡ് എവറിത്തിങ് ഈസ് പെയ്ഡ് അപ്പ്, ദേ വിൽ ഇഷ്യൂ they will give you the order. You can from the date of execution അത് ട്രാൻസ്ഫർ ആയി എന്നുള്ള രീതിയിൽ പറയും. The legal representative of the deceased member can transfer shares although he is not himself a member. Once ഇപ്പം എൻ്റെ കൈ കുറേ ഷെയർസ് ഉണ്ട്, ഞാനങ്ങ് മരിച്ചുപോയി, എൻ്റെ മകനായിരിക്കും ആ ഷെയർസ് ട്രാൻസ്മിഷൻ വഴി കൈ കിട്ടേണ്ടത്. ആ ട്രാൻസ്മിഷൻ വഴി കിട്ടുന്ന ആ വ്യക്തിക്ക് അത് ട്രാൻസ്മിഷൻ ചെയ്ത് കയ്യിൽ വരണമെന്നില്ല. ബട്ട് ഹീ ഈസ് എൻറ്റൈറ്റിൽഡ് ടു make a transfer deed saying such and such shares of my mother, deceased mother, she can be transferred to this and this, I have no objection to it എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he can do that. Okay, ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ an application for a registration of transfer of shares of a company may be made either by the transferor or by the transferee. Okay, the application can be by any of the persons. ഞാൻ ഒന്നുകിൽ എൻ്റെ ഷെയർസിന് ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ആർക്ക് കൊടുക്കുന്നോ ആ വ്യക്തിക്കും കൊടുക്കാം, ട്രാൻസ്ഫറർ ഓർ ട്രാൻസ്ഫറി. ഓക്കെ, when the application is made by the transferor and relates to partly paid shares, the transfer shall not be registered. അതായത് എൻ്റെ അടുത്ത് കമ്പനി ചോദിച്ചത് 8 രൂപയാണ്, ഷെയർസിന് ഞാൻ 8 rupees കൊടുക്കണം. ആ 8 ഞാൻ കൊടുത്തിട്ടില്ല, 6 കൊടുത്തിട്ടുള്ളൂ, 2 ആ കോളിന് അരിയേഴ്സായിട്ട് കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോഴും ഇതൊരിക്കലും രജിസ്റ്റർ ചെയ്യാൻ കഴിയത്തില്ല. വൺസ് ഐ ഹാവ് പെയ്ഡ് ദി എൻറ്റയർ എമൗണ്ട് ഓൺലി ഐ വിൽ ബി എലിജിബിൾ ടു ട്രാൻസ്ഫർ ടു അനദർ പേഴ്സൺ. Unless a company gives a notice of the application to the transferee and transferee makes no objection to the transfer within 2 days from the receipt of the notice. But the company actually ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, എനിക്ക് എൻ്റെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യണം, പക്ഷേ 8 rupees ആണ് ആ ഷെയറിന് ഞാൻ പേ ചെയ്യേണ്ടത്. ഐ ഹാവ് പെയ്ഡ് ഓൺലി 6. And the company verifies and finds that it is not a paid up share capital, there is 2 more in arrear. Company will inform the transferee, ദേ ലവി നിനക്ക് തരാൻ പോകുന്ന ഷെയർ ഇല്ലേ, അതിൽ ഇനിയും 2 രൂപ കമ്പനിക്ക് തരാൻ ബാക്കിയുണ്ട്, നിനക്ക് ഒബ്ജക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നീ അത് എടുത്തോ എന്ന് വേണമെങ്കിൽ ഒരു നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൊടുത്തിട്ട് ഒബ്ജക്ഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫർ എഫക്റ്റ് ആവും കേട്ടോ. ആ ആൾ 2 രൂപ പേ ചെയ്ത് കഴിയുമ്പോഴത്തേന് ആ മൊത്തം ഷെയറും ആ വ്യക്തിയുടെ കയ്യിലായി കഴിഞ്ഞു. The Act also fixes a time limit within which a company shall deliver the certificates of securities. In case of subscribers or memorandum, it should be given within a period of 2 months from the date of incorporation. In case of allotment of shares, the certificate should be given within a period of 2 months.
ഓക്കെ, അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്പോൾ കൊടുക്കണം, വിത്തിൻ 2 months കൊടുക്കണം. പിന്നെ റിഗാർഡിങ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആൻഡ് ട്രാൻസ്മിഷൻ സർട്ടിഫിക്കറ്റ് ഷുഡ് ബി ഗിവൺ വിത്തിൻ എ മന്തിനകത്ത് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. 60 days എന്നല്ലേ നമ്മൾ പറഞ്ഞ് വെരിഫൈ ചെയ്യാനും പറയാനും. ആ 60 days ഉണ്ട് കേട്ടോ. ആ 60 daysന് അവർ കൺഫർമേഷൻ തന്നു കഴിഞ്ഞാൽ പിന്നൊരു 1 month ഇല്ല, ആ 60 daysനകം ആ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണം. ഓക്കെ, ഇൻ കേസ് ഓഫ് അലോട്ട്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് എ മാക്സിമം ടൈം പീരീഡ് ഇൻ 6 months. In case of allotment of debentures, the maximum time period permitted is 6 months from the date of allotment. Allotment of debentures ആണെങ്കിൽ 6 months ആണ്. ഓക്കെ, മറ്റേ എല്ലാം 2 months, 1 month എല്ലാം 2 months. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടിയല്ലോ ഏത് രീതിയിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഒരു ഷെയറുണ്ട്, ഷെയറിന് ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ, അല്ലെ ട്രാൻസ്ഫർ ഡീഡ്, നമ്മളൊരു ബൈക്ക് ഒരാൾക്ക് വിൽക്കുമ്പോൾ നമ്മളൊരു സെയിൽ എൻ്റെ ലെറ്റർ എഴുതുന്നെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാൻസ്ഫർ ഡീഡ് എഴുതുക. ഒരു ലീസിനൊരു ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ലീസ് ഡീഡ് എഴുതുന്ന പോലെ തന്നെ ഒരു ട്രാൻസ്ഫർ ഡീഡ് എഴുതുക. സച്ച് ആൻഡ് സച്ച് ഷെയർ വിച്ച് ഇസ് ഇൻ ഓണർഷിപ്പ് ഓഫ് മൈ നെയിം ഷാൽ ബി ട്രാൻസ്ഫർ ടു അനദർ പേഴ്സൺ എന്ന് വെച്ചാൽ അത് അനദർ പേഴ്സൻ്റെ എൻറ്റയർ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം എഴുതി ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, once before transferring and everything we have to make an application to the company, and the company within 60 days, the maximum is 60 days, they have to verify and say it is okay with us, you have already paid the entire amount of the shares and you can transfer the shares എന്നൊരു കൺഫർമേഷൻ കിട്ടുകയും ആ കൺഫർമേഷൻ അനുസരിച്ച് നമുക്ക് ഈ ഡീഡ് സൈൻ ചെയ്ത് ഡീഡ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തിനകം നമുക്ക് സർട്ടിഫിക്കറ്റും കിട്ടും. പുതിയ ആളുടെ പേരിൽ ആ ഷെയർസിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി അതല്ല, അതിനകത്ത് ഇനിയും പേ ചെയ്യാൻ ബാക്കി കിടപ്പുണ്ട്, ലവി 8 രൂപയ്ക്ക് 6 രൂപയെ തന്നിട്ടുള്ളൂ, 2 രൂപ ബാക്കി കിടപ്പുണ്ട് എന്ന് പറയുവാണെങ്കിൽ എന്ത് ചെയ്യണം? കമ്പനി പെട്ടെന്ന് വിത്തിൻ 2 months നോട്ടീസ് ആർക്കതേ ലവി നിൻ്റെ അടുത്ത് ഫുള്ളി പെയ്ഡൊന്നും അല്ല, ഇനിയും കമ്പനിക്ക് 2 രൂപ കിട്ടാനുള്ള സാധനമാണ് നിൻ്റെ മുന്നേ കൊണ്ടുവന്ന് എല്ലാം തന്നു എന്നും പറഞ്ഞ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനത്തെ നോട്ടീസ് നമുക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം, അതുമായിട്ട് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് ട്രാൻസ്ഫർ എടുക്കുകയും ചെയ്യും. ഓക്കെ, now appeal against any refusal for transfer. If the company says we are not allowing for this transfer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you can go for an appeal, okay, to the tribunal. Okay, within 30 days from the date on which the instrument of transfer on the intimation of such transmission as a case was delivered to the company. It also confers on the aggrieved investor a right to apply for relief to the tribunal on specified grounds. This right of appeal against a refusal to register transfer is available against public companies also. If the tribunal is convinced about the right to effect a transfer or a transmission, it could direct the company to register the transfer within 10 days of the receipt of order. If the tribunal convinced ആയി കഴിഞ്ഞാൽ, okay, with the transfer and the transmission, it could direct the company to register the transfer within 10 days, okay, on the receipt of the order. ഇപ്പോൾ ട്രൈബ്യൂണൽ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ 10 ദിവസത്തിനകം കമ്പനി മര്യാദയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തോണം എന്നുള്ളത്. The tribunal is also empowered to direct rectification of the register and to direct payment of damages to the aggrieved party. ഇനി aggrieved പാർട്ടിക്ക് എൻ്റെ ട്രാൻസ്ഫർ സമ്മതിക്കുന്നില്ല കോടതി എന്നും പറഞ്ഞ് അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഇട്ട് വെറുതെ വട്ടം ചുറ്റിക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ച് കോമ്പൻസേഷനും ചോദിക്കാം. മനസ്സിലായാലും. Now, what is transmission of shares? This is an important part, okay? You will get confused sometimes. അപ്പം ട്രാൻസ്മിഷനും ട്രാൻസ്ഫറും തമ്മിൽ വ്യത്യാസമാണ്. ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ once a fully paid shares can be transferred to another person, even if it is not fully paid share. If the transfer is agreeing to it, you can take the transfer. That is a transfer of a share to from an individual to another legal person. Legal person can be any person. It may not be any related person. Okay. Now, transmission is not like that. When the right over the property is transmitted by operation of law, is termed as transmission. എങ്ങനെയാണ് ഓപ്പറേഷൻ ഓഫ് ലോ വഴി ട്രാൻസ്മിഷൻ ആകുന്നത്? ഞാൻ എൻ്റെ സ്വതവേ പോയി ട്രാൻസ്ഫർ ചെയ്യുമല്ല, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ അത് ട്രാൻസ്ഫർ ആവുകയാണ്. ഏത് രീതിയിൽ? ഇന്ന് ഞാനങ്ങ് മരിച്ചുപോയി, അപ്പോൾ ലവി ഇനി നിലവിലില്ല, പക്ഷേ ലവിയുടെ പേരിൽ ഇഷ്ടംപോലെ ഷെയർസ് ഉണ്ട്, അത് വെറുതെ ഇങ്ങനെ കിടക്കാൻ കമ്പനിക്ക് അങ്ങ് എടുക്കാൻ പറ്റുമോ? ഇല്ല. ലവി ഈസ് എ ലീഗൽ പേഴ്സൺ,
അപ്പോൾ ആ ലീഗൽ ഇനി ലവിക്ക് പകരമായി ആര് വരേണ്ടിയവരാണ്? ലവിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് അല്ലേ? മക്കളായിരിക്കാം, അല്ലെങ്കിൽ മക്കളില്ലെങ്കിൽ ഹസ്ബൻഡായിരിക്കാം, ഇനി ഹസ്ബൻഡും മക്കളും ഇല്ലെങ്കിൽ ആരായിരിക്കാം? പേരൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ലവിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവായി ലവിക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും അത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോവേണ്ടത്. അപ്പോൾ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റെഡ് ഓഫ് ലവി the person in charge of her, okay, who is subjected to be a legal representative of her, takes a position, okay. അല്ലെങ്കിൽ ഇനി ലൂണസി, ലവിക്ക് ബോധമൊന്നുമില്ല, വാട്ട് പിടിച്ച് ഇങ്ങനെ നടക്കുക, ഒന്നും അറിയത്തില്ല, കയ്യിലൊരു 10-100 ഷെയർ കമ്പനിക്ക് അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റുമോ? അവർക്ക് വട്ടായല്ല, ഇനി നമുക്ക് തിരിച്ച് എന്ന് പറയാൻ പറ്റുമല്ലോ. ഇറ്റ് ഗോസ് ടു ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ലവിക്ക് വട്ടാണെന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ ആർക്ക് കൊടുക്കും? അത് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആരാന്ന് വെച്ചാൽ അവർക്കത് കൈമാറും. നൗ ഇൻസോൾവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് പാപ്പർ അടിച്ചു, പക്ഷേ എൻ്റെ കയ്യിൽ 200 ഷെയർ ഉണ്ട്, അത് തിരിച്ച് കമ്പനിക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞാൽ എനിക്കൊരു റിസീവറിനെ ഉറപ്പായിട്ടും കോടതി അപ്പോയിൻ്റ് ചെയ്യും. അപ്പം ആ അപ്പോയിൻ്റ് ചെയ്യുന്ന റിസീവറായിരിക്കും പിന്നെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അല്ല, അവിടെ കയ്യിൽ നിന്നൊരു 2 ലക്ഷം രൂപ കിട്ടാൻ കാത്തിരിക്കുന്ന വേറെ ക്രെഡിറ്റേഴ്സ് കാണും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ റിസീവറായിരിക്കും എൻ്റെ ഈ ഷെയർസ് ടേക്ക് ഓവർ ചെയ്ത് കൈ പിടിച്ചു വെക്കും. ഇത് വിറ്റ് കഴിഞ്ഞ് കിട്ടുന്ന രൂപയും കൊണ്ട് ക്രെഡിറ്റേഴ്സിനെ എല്ലാം തൃപ്തിപ്പെടുത്തി വിടണം അല്ലേ? അപ്പോൾ ലവിയുടെ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ലീഗൽ റെപ്രസെൻറ്റേറ്റീവോ ഒഫീഷ്യൽ അസൈനി വല്ലതും, അതായത് റിസീവർ, ഒഫീഷ്യൽ അസൈനീസ് വല്ലതും കോടതിയിൽ നിന്നുണ്ടെങ്കിൽ അങ്ങനെ അവർ ആയിരിക്കും പിന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും വായിക്കാം. When a right over the property is transferred by operation of law, it is termed as transmission. Transmission of shares occurs in case of death, lunacy or insolvency of a member. The right of the title holder gets shifted to the legal representative or official assignee without any transfer deed. The person to whom the rights are vested could apply to the company for transmission of shares in his name. In case of lapse on the part of the company to honor the rights of the person to whom the shares are vested, he has got the right to seek remedies before the tribunal against the company. Okay? And these rights are similar to the rights of transferee of shares. It is just similar to the rights of the transferee of shares. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമല്ലോ. Like transfer of shares is different. One individual transfers the shares to some other person. Transmission is like we are transferring it by operation of law. The law takes it as a charge. It's law's duty. By the operation of the law, it gets transferred automatically to a legal representative. In case of 3 situations, what it is: one is death, one is in lunacy, and one is insolvency. Okay. Hope you have understood. It is very easy. And there is always, I have seen for the last 6 years, എപ്പോഴും അതിനകത്തെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ട്രാൻസ്മിഷൻ ചോദിക്കുക. നിങ്ങളും ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്ത് നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മിക്കപ്പോഴും ചോദിക്കുന്നുണ്ട് ട്രാൻസ്മിഷൻ ചോദിക്കുക. ഓക്കെ.